അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ഒരു സന്തോഷമുള്ളൊരു ദിവസം ആണെന്ന് വേണം പറയാൻ. കാര്യം നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന ഒരു ദിവസമാണ്. ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മളിട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ, നമ്മളിട്ടൊരു ഷോർട്സ് വീഡിയോ നമുക്ക് ഏകദേശം 7,50,000 ആളുകൾ നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോ ഇതിനോടകം കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷ വാർത്തകൾ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഓവറോൾ 10 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് നമ്മൾക്കിപ്പോൾ നമ്മുടെ ചാനലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളോടൊന്ന് പങ്കുവെക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ, ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇതുപോലെ വണ്ടിക്കകത്തിരുന്നാണ് ചെയ്തത്. ഇപ്പോഴെടുക്കുന്ന വീഡിയോ ചെയ്യുന്നത് നമ്മൾ വണ്ടിക്കകത്തിരുന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത് എന്താ നമ്മൾ ഈ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന്. വേറൊന്നുമല്ല, നമുക്ക് നല്ലൊരു സൗണ്ട് കുറവാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മളൊന്ന് ക്രമീകരിച്ച് നോക്കിയത്. അതാകുമ്പോൾ യാത്രയിൽ നമുക്ക് സംസാരിച്ച് യാത്ര ചെയ്യാൻ വളരെയധികം ഇത് പ്രത്യേക ഒരു ഭംഗിയും കൂടെ ആയിരിക്കും എന്നോർത്താണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതെങ്ങനെയുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നതിൻ്റെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളം തുറന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ 7,50,000 നമുക്കൊരു ഷോർട്സിന് തന്നെ ഒരു വ്യൂസ് വന്നതിൽ. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക ഈയിടെ ഒരു മാസത്തിനിടെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും ഏകദേശം 1000-ന് മുകളിൽ വ്യൂസും കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഈയിടയിൽ അപ്ലോഡ് ചെയ്ത 2-3 വീഡിയോകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 1000-ന് മുകളിൽ വ്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ട്രിക്ക്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് ഞാൻ കുറച്ച് ഹാഷ്ടാഗുകളും കാര്യങ്ങളും പ്രത്യേക കാര്യങ്ങളെല്ലാം ചെയ്തു. കാര്യം നമ്മുടെ ട്രെൻഡിങ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരുപാട് വീഡിയോസുകളുടെ അവരിട്ടേക്കുന്ന ഹാഷ്ടാഗുകളെല്ലാം നമുക്ക് ഹാഷ്ടാഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്താൽ നമുക്ക് അവരുടെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ എടുക്കാം. ആ ഹാഷ്ടാഗ് എടുത്തും പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പം നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ 10 പേരെ കണ്ടോളെങ്കിൽ ആ 10 പേര് എന്താണ് കൂടുതൽ സെർച്ച് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെ നമ്മൾ നമ്മുടെ ടാഗൊക്കെ ചെയ്ത് നമ്മുടെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് അവരുടെ കയ്യിലോട്ട് പോകുന്ന വ്യൂസിനെയൊക്കെ നമുക്ക് ലഭിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ 7 ലക്ഷം വ്യൂസും 1K വ്യൂസൊക്കെ നമുക്ക് ലഭ്യമാക്കിയെടുത്തത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഷോർട്സ് ആണെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം വൈറലാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും തുടർന്ന് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോസുകളെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് നമുക്ക് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഇതുപോലെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകളെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സൗണ്ട് കാര്യം, നമ്മുടെ പുതിയൊരു ഫോൺ മേടിച്ചതിനകത്ത് നമുക്ക് സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഒരു എക്സ്ട്രാ ഒരു മൈക്ക് വേറൊരു മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ആ വീടിനകത്തുള്ള വീഡിയോസുകൾ നമുക്ക് എടുക്കാൻ പറ്റാത്തത്. കാറിനകത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം സൗണ്ട് കുറവുണ്ട്. അതുകൊണ്ടാണ് കാറിനകത്തുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ തുടർന്ന് നമ്മുടെ ഷോർട്സ് കാര്യങ്ങളും എല്ലാം തുടർന്നും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകളെല്ലാം എപ്പോഴും ഉണ്ടാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു സൂൺ.